അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്കാം. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, തന്നിൽ നിന്ന് ഒന്നുകൂടൊഴിഞ്ഞ് മറ്റുള്ളവരുടെ സൗധങ്ങൾ വലിയ ആരാധനാലയം പോലെ മറ്റുള്ളവർ നോക്കിക്കാണാനുള്ള ഒരു പുതു സംസ്കൃതിയെക്കുറിച്ച് പറയുകയാണ്. പൗലോസിൻ്റെ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായം 4-ാം തിരുവചനം, ഓരോരുത്തരും തങ്ങളുടെ താല്പര്യം മാത്രം പരിഗണിച്ചാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യങ്ങളും പരിഗണിക്കണം. ഭാര്യയുടെ വഴി, ഭർത്താവ് തൻ്റെ സുഗമമായ വെട്ടിയ പാതകൾ, മക്കൾക്ക് മക്കളുടേതായിട്ടുള്ള ന്യൂജൻ വഴികൾ അല്ല. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ പരിഗണിക്കാൻ വേണ്ടി എൻ്റെ താല്പര്യങ്ങളെ ചിലപ്പോൾ ഞാൻ മറച്ചു വയ്ക്കുകയോ ഒരുപക്ഷെ പുറത്തെടുക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉടലെടുക്കും. അവിടെ സ്വന്തം താല്പര്യങ്ങളെ, സ്വന്തം ഇംഗിതങ്ങളെ ഒരുപക്ഷെ കൊല ചെയ്യുന്നു എന്നുള്ള സൗന്ദര്യമില്ലാത്ത വാക്കാണെങ്കിൽ കൂടി അത് പ്രയോഗത്തിൽ കൊണ്ടുവരണം. എൻ്റെ ഭാര്യയുടെ, അതുവഴി എൻ്റെ കുടുംബത്തിൻ്റെ സുസ്ഥിതി, എൻ്റെ മേലധികാരിയുടെ, എൻ്റെ പ്രജകളുടെ, എൻ്റെ മക്കളുടെ, ഈ സമൂഹത്തിൽ ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ട് ഉളവാകുന്ന എന്തെങ്കിലും അവതരിപ്പിക്കുന്ന അവരുടെയൊക്കെ താല്പര്യങ്ങൾ എന്താണെന്ന് കേൾക്കുവാൻ, മനസ്സിലാക്കുവാൻ, അത് ധാർമ്മികമായി നീതിയുക്തമായി ആവിഷ്കരിക്കാൻ പരിഗണിക്കണമെന്നുള്ള ആ വലിയ ധാർമ്മിക മൂല്യമുള്ളൊരു വാക്യം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കെടാവിളക്കായി, സന്ധ്യയോടെടുക്കുമ്പോൾ കൊളുത്തുന്ന ഒരു റാന്തൽ വിളക്കായി എന്നും നിലകൊള്ളട്ടെ. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.